ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. നമ്മൾ ചെയ്യുന്ന അനുദിന ജോലികൾക്കിടയിലും എണ്ണം തെറ്റാതെ ജപമാല എങ്ങനെ ചെല്ലാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുള്ള വഴിയാണ് നവവൃന്ദ മാലാഖമാരോടൊപ്പം ജപമാല ചൊല്ലുക എന്നുള്ളത്. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കൊന്തയെടുക്കാനോ കറക്റ്റായിട്ട് എണ്ണാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അതേസമയം നമുക്ക് നവവൃന്ദ മാലാഖമാരെ വിളിച്ചുകൊണ്ട് ജപമാല ചൊല്ലാം. നവവൃന്ദ മാലാഖമാരാണ് നമുക്കുള്ളത്, അതായത് 9 വൃന്ദം മാലാഖമാർ. ഒരു ജപമാല രഹസ്യം ധ്യാനിച്ച ശേഷം ഒരു സ്വർഗസ്നായ പിതാവ് ചൊല്ലുക. അതിനുശേഷം 1 വൃന്ദ മാലാഖമാരോടൊപ്പം ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 2 വൃന്ദ മാലാഖമാരോടൊപ്പം 2ാമത്തെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. അങ്ങനെ 9ാമത്തെ നന്മ നിറഞ്ഞ മറിയം നവവൃന്ദ മാലാഖമാരോട് ചേർത്ത് കാഴ്ചവെക്കുക. 10ാമത്തെ നന്മ നിറഞ്ഞ മറിയം ആകുമ്പോൾ നവവൃന്ദ മാലാഖമാരെ സകല വിശുദ്ധരെ എന്ന് ചൊല്ലിക്കൊണ്ട് 10ാമത്തെ നന്മ നിറഞ്ഞ മറിയം കാഴ്ചവെക്കുക. ഇങ്ങനെ നമുക്ക് ജോലികൾക്കിടയിലും ജപമാല എണ്ണം തെറ്റാതെ ചൊല്ലാൻ സാധിക്കും. മാലാഖമാരോട് കൂടി ചേർലുമ്പോൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഒരുപാട് ജപമാല ചൊല്ലാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിരിക്കട്ടെ. ആമേൻ.